കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച കാര്യം എൻ്റെ ഹൃദയത്തെ വളരെ സ്പർശിക്കാനിടയായിട്ട് തീർന്ന ഒരു ദൈവവചന ഭാഗമാണ്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു എന്ന് നമ്മൾ വായിച്ചതായിട്ടുള്ള. കാരണം കർത്താവ് മനുഷ്യനായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ് യോഹന്നാൻ അവിടെ ഉദ്ദേശിക്കുന്നതെന്നും നമ്മളെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി തീർന്നു. മനുഷ്യൻ എങ്ങനെയായിരുന്നുവോ അവൻ്റെ അതേ അവസ്ഥയോട് കർത്താവ് താതാത്മ്യം പ്രാപിച്ചു. പാപജടത്തിൻ്റെ സാദൃശ്യത്തിൽ അവൻ ലോകത്തിൽ വന്നു, പാപം നിമിത്തവും അവൻ വന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം. അപ്പോൾ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല, അവൻ്റെ തേജസ് പിതാവിങ്കൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി ഞങ്ങൾ കണ്ടു. അപ്പോൾ നമുക്കറിയാനായിട്ട് കഴിയും, ദൈവപുത്രനെ മശിഹയെ പ്രതീക്ഷിച്ച് ഇരിക്കുന്ന ആ വ്യക്തികൾ, മശിഹ എന്ന് പറഞ്ഞാൽ ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് തുല്യനായിട്ട് തന്നെ ഉള്ള ഒരു വ്യക്തിയാണെന്നും ഉള്ള കാര്യം ഇസ്രായേൽ മക്കൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞേക്കുന്നത്, അത് പിതാവിൻ്റെ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി തന്നെ ഞങ്ങളത് കണ്ടു, ഞങ്ങൾക്ക് യാതൊരു സംശയവും അതിലുണ്ടായില്ല എന്നുള്ള കാര്യം യോഹന്നാൻ സ്ഥിരീകരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ യോഹന്നാൻ അപ്പോസ്തലൻ ഈ ജഡാവതാരം എടുത്ത യേശുവിനെ ഇതര സുവിശേഷങ്ങളിൽ ജനിച്ചു, അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ്, അദ്ദേഹത്തിൻ്റെ വളർച്ച, ഇതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കാതെ തന്നെ ഈ ജഡത്തിൽ വന്ന ഈ മശിഹയെ, ജഡത്തിൽ വെളിപ്പെട്ട ദൈവത്തെ വളരെ സക്സസ്ഫുള്ളായിട്ട് യോഹന്നാൻ അവിടെ പ്രസൻറ്റ് ചെയ്യുന്നതും, അവൻ്റെ തേജസ് ഞങ്ങൾ പിതാവിങ്കിൽ ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വവും ദൈവത്വവും അവിടെ അദ്ദേഹം ഉറപ്പിക്കുന്നതായിട്ടും വെളിപ്പെടുത്തുന്നതായിട്ടും നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. തുടർന്ന് അവിടെ കാണുന്നത് യോഹന്നാൻ സ്നാപകൻ്റെ അടുത്ത് കുറച്ച് പേര്, കാരണം നമുക്കറിയാമല്ലോ ഇവരൊക്കെ പരസ്പരം ബന്ധപ്പെട്ട ആൾക്കാരാണെന്ന് നമുക്കറിയാം. യോഹന്നാൻ സ്നാപകൻ്റെ ഒരു നിലയിൽ ഒരു ബന്ധുവായിരുന്നു യേശു. കാരണം അത് നിൻ്റെ ചാർച്ചക്കാരത്തിയായ എലിസബത്ത് എന്ന് ദൂതൻ യേശുവിൻ്റെ അമ്മയായ മറിയയോട് സംസാരിക്കുമ്പോൾ അവൾ ഗർഭിണിയായിരിക്കുന്ന കാര്യം അറിയിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം അവരൊക്കെ ബന്ധുക്കളായിരുന്നു. അതുപോലെ തന്നെ യോഹന്നാൻ അപ്പോസ്തലനും സത്യം പറഞ്ഞാൽ നമുക്ക് അവൻ്റെ പശ്ചാത്തലം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും യേശുവിൻ്റെ ഒരു ബന്ധു തന്നെയായിരുന്നു, ഒരു കസിനായിരുന്നു. എനിക്ക് തോന്നുന്നത് യോഹന്നാൻ സ്നാപകനേക്കാളും ഒന്നുകൂടെ ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു യോഹന്നാൻ അപ്പോസ്തലൻ എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ അവരുടെ ജഡപ്രകാരമുള്ള ബന്ധമൊന്നും അല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തിൻ്റെ ആലോചന അവിടെ വെളിപ്പെട്ടതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യമെന്നും, ഈ ജഡപ്രകാരമുള്ള ബന്ധത്തെക്കാളും ഒക്കെ ഉപരിയായിട്ട് ആത്മീയമായിട്ടുള്ള ദൈവത്തിൻ്റെ ആലോചനയിൽ അവർ ഭാഗഭാക്കാകുകയും പങ്കാളികളായി തീരുകയും ചെയ്തു എന്നുള്ളതാണ് അവർക്കുള്ള പ്രത്യേകത എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ജഡത്തിൽ അവർക്ക് പരസ്പരം അറിയത്തില്ലേ, എനിക്കറിയാം ഇന്ന സ്ഥലത്തെ ആൾ എന്നുള്ള നമ്മുടെ ബിജോ ബ്രദറിനെയൊക്കെ അല്ലെങ്കിൽ ചില സഹോദരങ്ങളെയൊക്കെ എനിക്ക് ക്ലോസ് ആയിട്ട് പരിചയമുണ്ട്. അവരുടെയൊക്കെ ഇടയിൽ ഒരു പ്രത്യേകതയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബന്ധം വളരെ ക്ലോസ് ആയിട്ടുള്ള ബന്ധങ്ങളാണ്. കാരണം ഒരുപക്ഷെ സാധാരണഗതിയിലൊരു ഡിസ്റ്റൻറ്റ് കസിനെ നമ്മൾ അറിയത്തില്ലെങ്കിൽ പോലും അവരുടെ ഇടയിലൊക്കെ വളരെ നന്നായിട്ട് അത് അറിയുകയും തിരിച്ചറിയുകയും ഇന്നാരാണ് എന്നറിയുകയും ചെയ്യുന്നത് പോലെ തന്നെ ഈ യോഹന്നാന് യേശു ആരാണെന്നും യോഹന്നാൻ സ്നാപകന് ഒരുപക്ഷെ യേശു ആരാണെന്നും ആ വളർച്ചയിൽ അല്ലെങ്കിൽ ആ ജഡപ്രകാരമുള്ള ഒരു അറിവ് ഒരുപക്ഷെ ഉണ്ടായിരുന്നായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ നമുക്കറിയാം, ഞാനോ അവനെ അറിഞ്ഞില്ല എന്ന് യോഹന്നാൻ സ്നാപകൻ പറയുമ്പോൾ അവൻ ഈ നിലയിൽ ഒരു ദൈവപുത്രനായി ആണെന്നുള്ള കാര്യം ആ നിലയിൽ എനിക്ക് വെളിപ്പെട്ടിട്ടില്ല എന്നൊരർത്ഥത്തിലാണ് യോഹന്നാൻ സ്നാപകൻ പറയുന്നത് എന്ന് നമുക്കറിയാനായിട്ട് കഴിയും. നമ്മൾ ആദ്യ ഭാഗത്ത് തന്നെ ചിന്തിച്ചല്ലോ, നമ്മൾ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആദ്യ ഭാഗത്ത് വായിക്കുന്ന കർത്താവിൻ്റെ ഏർലി മിനിസ്ട്രിയും അതുപോലെ ഏർലി ഡിസൈപ്പിൾസിനെ അദ്ദേഹം കാണുന്നതും ഒക്കെ മറ്റു സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നില്ല. ഏകദേശം അതിൻ്റെ 4-ാം അധ്യായത്തിലേക്ക് വരുന്ന സമയത്താണ് മറ്റുള്ള സുവിശേഷങ്ങളിൽ ഉള്ളതുപോലുള്ള സംഭവങ്ങളുമായിട്ട് ഒരു ടൈം ലൈനിൽ ഏകദേശം താരതമ്യം ചെയ്യാവുന്ന നിലയിലുള്ള സംഭവങ്ങൾ തുടർന്ന് വരുന്നത്. എന്നാൽ തന്നെ മറ്റു സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു 2 അത്ഭുതങ്ങൾ മാത്രമേ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണുന്നുള്ളൂ. പറയപ്പെട്ടിരിക്കുന്ന 7 അത്ഭുതങ്ങളിൽ 5 അത്ഭുതങ്ങളും ഇതര സുവിശേഷങ്ങളിൽ കാണാത്തതാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ആ ഏർലി മിനിസ്ട്രി ഓഫ് ദ ലോർഡ്, കർത്താവിൻ്റെ ആദ്യ സമയത്തുള്ള ആ ശുശ്രൂഷയെക്കുറിച്ച്
അറിയുന്ന ഒരാൾ, അതിനോട്ട് നേരിട്ട് പരിചയമുള്ള ഒരാളായിരുന്നു യോഹന്നാനെന്നും. കാരണം യോഹന്നാനും ഉണ്ടായിരുന്ന ലൊക്കാലിറ്റിയിൽ അതേ സ്ഥലത്ത് തന്നെയായിരുന്നു കർത്താവും ജനിച്ചു വളർന്നത് എന്നുള്ളത് കൊണ്ടും തുടർന്ന് കർത്താവിൻ്റെ ആദ്യ സമയത്തുണ്ടായിരുന്ന ശുശ്രൂഷയെക്കുറിച്ചുമൊക്കെ അറിവുള്ള വ്യക്തിയായിരുന്നു യോഹന്നാൻ അപ്പോസ്തലൻ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ യോഹന്നാൻ അപ്പോസ്തലൻ, യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യമാണ്. അവർക്കും പരസ്പരം ഒരുപക്ഷെ ജഡപ്രകാരം അറിവുള്ളവരായിരുന്നായിരിക്കും. നമുക്കറിയാം യോഹന്നാൻ സ്നാപകൻ ജനിക്കുന്നത് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ അത് വായിക്കുന്നുണ്ട്. യോഹന്നാൻ സ്നാപകൻ്റെ പിതാവിന് ദൈവത്തിൻ്റെ വെളിപ്പാടുണ്ടാകുകയും അവനൊരു മകൻ ജനിക്കുമെന്ന് പറയുകയും അവനെക്കുറിച്ചുള്ള പ്രത്യേക ചില പ്രവചനങ്ങൾ അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ആ ദൈവദൂതൻ അദ്ദേഹത്തോട് അറിയിക്കുകയും ചെയ്യുന്നതും, തുടർന്ന് പെട്ടെന്ന് തക്ക സമയത്ത് ലൂക്കോസിൽ നമ്മളത് വായിക്കുന്നുണ്ട്, വിശ്വസിക്കാത്തത് കൊണ്ട് ഇത് സംഭവിക്കുമ്പോൾ നീ ഊമനായിരിക്കും എന്ന് അദ്ദേഹത്തോട് പറയുകയും ചെയ്യുന്നതും, കുഞ്ഞിന് പേരിടുന്ന സമയത്താണ് പിന്നെ സംസാരിക്കാനുള്ള ശക്തി അദ്ദേഹത്തിന് ലഭിക്കുന്നത് എന്നുള്ള കാര്യവും നമുക്കവിടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെ വളരെ പ്രത്യേകതയോടുകൂടെ തന്നെ നമുക്കറിയാം, പരിശുദ്ധാത്മാവ് കൊണ്ട് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു യോഹന്നാൻ സ്നാപകൻ എന്ന് നമുക്കവിടെ വായിക്കാനായിട്ട് കഴിയും. മറിയയുടെ വന്ദനം കേട്ടപ്പോൾ ഗർഭത്തിലിരുന്ന യോഹന്നാൻ സ്നാപകൻ സന്തോഷം കൊണ്ട് തുള്ളി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നോക്കിയാട്ടെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ യോഹന്നാൻ സ്നാപകൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ വളരെ പ്രത്യേകതയുള്ള ഒരു വ്യക്തിയും അവൻ്റെ വളർച്ചയിലും വളരെ പ്രത്യേകതയുള്ള ഒരു വ്യക്തി ആയിരുന്നു എന്നുള്ളതും, ദൈവസന്നിധിയിൽ പ്രത്യേകിച്ച് ചില വ്രതം എടുത്തിട്ടുള്ള, നസീർ വ്രതം പോലുള്ള വ്രതം എടുത്തിട്ടുള്ള, ദൈവത്തിന് വേണ്ടി സെപ്പറേറ്റ് ചെയ്യപ്പെട്ട നിലയിലുള്ള ഒരു വ്യക്തി ആയിരുന്നു എന്നുള്ളതും. എന്നാൽ നമ്മൾ നസീർ വ്രതം എന്ന് പറയുമ്പം തേനും ഇതുമൊക്കെ കൊണ്ട് ഉപജീവിക്കാൻ കഴിയത്തില്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതേസമയം തന്നെ വളരെ പ്രത്യേകതയോടുകൂടി ചില വ്യക്തികൾ അന്നുണ്ടായിരുന്ന ചില സമൂഹങ്ങൾ അവിടുന്ന് സാധാരണഗതിയിൽ നിന്നും ഉള്ള സ്ഥലത്തുനിന്ന് മാറി നിന്ന് മരുഭൂമിയിലൊക്കെ ആയിരിക്കുന്ന ചില മശീഹയ്ക്ക് വേണ്ടി തീവ്രതയോടെ കാത്തിരിക്കുന്ന ചില സമൂഹങ്ങളിലെ അംഗമായിരുന്നു ഈ യോഹന്നാൻ സ്നാപകൻ എന്നും പറയാറുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും, ഈ യോഹന്നാൻ സ്നാപകൻ അങ്ങനെ വളരെ പ്രത്യേകതയുള്ള ഒരു വ്യക്തിയായിട്ട് പെട്ടെന്ന് അവൻ കടന്നു വരികയും, കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ തന്നെ അന്ന് യഹൂദന്മാർക്ക് വളരെ വളരെ അവർക്ക് ആയിത്തീരാൻ കഴിയാത്ത ഒരു അനുഭവം. കാരണം അവരെല്ലാം പോസിറ്റീവായിട്ട് ഞങ്ങൾക്കെല്ലാം ഉണ്ട്, ഞങ്ങൾക്കെല്ലാ ദൈവീകതയുമുണ്ട്, ഞങ്ങളെല്ലാ ദൈവിക പ്രമാണങ്ങളും പാലിക്കുന്നു എന്നൊക്കെ സ്വയം വിലയിരുത്തി സ്വയം അഭിമാനിക്കുന്ന വ്യക്തികൾക്ക്, അങ്ങനെയുള്ളവർക്ക് മാനസാന്തരപ്പെടാനായിട്ട് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചതായിട്ടുള്ള പ്രസംഗമെന്ന് പറയുന്നത് മാനസാന്തരപ്പെടുക എന്നുള്ളതാണ് എന്ന് നമുക്ക്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാമല്ലോ, നമ്മൾ ക്രിസ്ത്യാനികളാണ്, നമ്മൾ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചവരാണ്, അല്ലെങ്കിൽ ആ പാരമ്പര്യമാണ്. ഇന്നലെ വന്ന ഓരോരുത്തന്മാർ ഇങ്ങനെ വിളിച്ച് ഓരോന്ന് പറയുന്നു, നിങ്ങൾക്കെന്താ ഈ വചനം എടുത്ത് പറയാനായിട്ടുള്ള യോഗ്യത, ഞങ്ങൾ ഇതിൽ തന്നെ ജനിച്ചവരാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. എന്നാൽ നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഇങ്ങനെ ജനിക്കാനായിട്ട് കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ. ഒരു ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയായിട്ട് ജനിക്കണമെങ്കിൽ അവൻ ക്രിസ്തുവിനെ പിൻഗമിക്കുന്നവനായി തീർന്നാൽ മാത്രമേ അവൻ ക്രിസ്ത്യാനിയാകത്തുള്ളൂ. നമ്മുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മത്തായിയുടെയോ അല്ലെങ്കിൽ യോഹന്നാൻ്റെയോ അങ്ങനെയൊക്കെയുള്ള ക്രിസ്തീയ മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെട്ടാൽ ഞാൻ ക്രിസ്ത്യാനിയായി, ചെറുപ്പകാലത്ത് തന്നെ ചില മതകർമ്മങ്ങളിലൊക്കെ പങ്കാളിയായി കഴിയുമ്പം എന്നെ ചെറുപ്പത്തിലേ ക്രിസ്ത്യാനി ആക്കി എന്ന് നമ്മൾ വിചാരിക്കും. എന്നാൽ അങ്ങനെ ഒരിക്കലും ആകാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഒരു വ്യക്തി മാനസാന്തരപ്പെടുകയും അവൻ പാപിയാണെന്ന് സ്വയം തിരിച്ചറിയുകയും അവൻ്റെ പാപത്തിനു വേണ്ടി യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചു എന്ന് അവൻ തിരിച്ചറിയുകയും ആ സത്യം അവൻ അംഗീകരിക്കുകയും ചെയ്യുന്നത് വരെ, അവനത് ഏറ്റുപറയുകയും ചെയ്യുന്നത് വരെ അവനൊരു ക്രിസ്ത്യാനിയാകാനായിട്ട് കഴിയത്തില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് ചെറുപ്പത്തിലെ ക്രിസ്ത്യാനികളാക്കിയ ക്രിസ്ത്യാനികൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് കർത്താവ് ഉദ്ദേശിച്ച യാതൊരു കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് പല വേദികളിലും ചലഞ്ച് ചെയ്യപ്പെടുകയാണ്. പലരും ഇന്നിങ്ങനെ ചോദിക്കുക, ഞങ്ങൾ ഓൾറെഡി ക്രിസ്ത്യാനികളായ നല്ല ക്രിസ്ത്യാനികൾ, അപ്പം ഞാൻ ഈ സാധാരണ നമ്മൾ പച്ചക്കറിയൊക്കെ തിരയുന്ന കൂട്ടത്തിൽ പോയി നല്ലത് നോക്കി തിരയും, ചീഞ്ഞതോ അഴുക്കോ ഒക്കെ എടുത്ത് തക്കാളിയൊക്കെ എടുത്ത് കളയുന്നത് പോലെ ഈ നല്ല ക്രിസ്ത്യാനികളും ഉണ്ട്, ഇച്ചിരി ചീഞ്ഞ ആൾക്കാരും ഉണ്ട്, അല്ലെങ്കിൽ ഇച്ചിരി മോശപ്പെട്ട ആൾക്കാരും ഉണ്ട്. ഞങ്ങളൊക്കെ ഒറിജിനലി ജനിച്ച നല്ല ക്രിസ്ത്യാനികളാണെന്ന് അഭിമാനത്തോടെ പറയുമ്പോൾ
എത്രമാത്രം തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി. യഹൂദന്മാരെ പോലെ തന്നെ ഞങ്ങൾക്ക് മാനസാന്തരം ആവശ്യമില്ല, ഞങ്ങൾ ജന്മനാ ഇങ്ങനെ തന്നെയാണ്, ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കളാണ് എന്നൊക്കെ പറയുമ്പോൾ യോഹന്നാൻ കടന്നു വന്ന് പ്രസംഗിച്ചതായിട്ടുള്ള സന്ദേശം ദൈവദാസൻ പറഞ്ഞല്ലോ, അത് അവരുടെ ജീവിതത്തിൽ ഉള്ള മാനസാന്തരമാണ്. അവർ പാപികളാണെന്നും പാപത്തെ ഓർത്ത് മാനസാന്തരപ്പെടുന്ന ഒരനുഭവമാണ് ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും എന്നുള്ള അവരുടെ ഹൃദയത്തിലെ ചില താഴ്വരകളും ചില കുന്നുകളും ഒക്കെ മാറി അത് നേർവീതിയായി തീരാൻ തക്കവണ്ണം, അത് ഒരു സ്ട്രെയിറ്റ് പാത്തായിട്ട് തീരാൻ തക്കവണ്ണമാണ് യോഹന്നാൻ കടന്നു വന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. എത്ര അന്വർത്ഥമായിട്ടുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷനാ കർത്താവിൻ്റെ ദാസൻ രാവിലെ അതിനെപ്പറ്റി നൽകിയത് എന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിശ്ചയമായിട്ടും ദൈവഹിതം അതുതന്നെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ യോഹന്നാൻ അങ്ങനെ വളരെ തീവ്രതയോടുകൂടെ അവിടെ നമുക്ക് വായിക്കാനായിട്ട് കഴിയും. ഏലിയാവിൻ്റെ അതേ യോഹന്നാൻ്റെ അപ്പനോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്കവിടെ കാണാം, മലാക്കി പ്രവചനത്തിൽ കാണാം, ഏലിയാവിൻ്റെ ശക്തിയോടും ആ കൂടെ അവൻ വരും എന്നുള്ള കാര്യം ഈ യോഹന്നാനെ പറ്റി പറയപ്പെട്ടിരുന്നു. അവൻ ആ ഒട്ടകരോമവും ഇതുപോലെയുള്ള അവൻ്റെ വേഷവിധാനങ്ങളൊക്കെ പ്രത്യേകതയുള്ളതാണ്. പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും ഈ ഏലിയാവ്, നമുക്കറിയാം മറുവമലയിൽ ശിഷ്യന്മാരോട് കർത്താവ് സംസാരിച്ചിട്ട് ഇറങ്ങി വരുമ്പം അതെന്തുകൊണ്ടാണ് കർത്താവ് ഏലിയാവ് ആദ്യം വരണമെന്ന് പറയുന്നത് എന്ന് ശിഷ്യന്മാരവിടെ സംശയം ചോദിക്കുകയും, ഏലിയാവ് ഓൾറെഡി വന്നു കഴിഞ്ഞ് അവനോട് ഇഷ്ടമുള്ളതുപോലൊക്കെ പെരുമാറി അവനെ ഇവിടുന്ന് നിഷ്കാസനം ചെയ്തു കഴിഞ്ഞുവെന്ന് യോഹന്നാൻ സ്നാപകനെ ഉദ്ദേശിച്ച് കർത്താവ് പറയുകയും, ഏലിയാവിൻ്റെ ശക്തിയോടുകൂടെ വന്ന ഈ യോഹന്നാൻ സ്നാപകനെ അദ്ദേഹം പറഞ്ഞ മെസ്സേജ് ഗൗനിക്കാതെ അത് നിരർത്ഥകമാക്കി കളഞ്ഞു എന്നുള്ള സത്യം അവരോട് പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ നിശ്ചയമായിട്ട് നമുക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, യോഹന്നാൻ മാത്രമല്ല ഇങ്ങനൊരു താരത്തിൻ്റെ വരവ് അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പോലുമില്ല. അതാ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നതായിട്ടുള്ള കാര്യം. ഇങ്ങനൊരു വ്യക്തി വരുമോ, വാട്ട് ഈസ് യുവർ സിഗ്നിഫിക്കൻസ് എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. അവർ അയച്ച ആൾക്കാർ ചോദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഓരോരോ ചോദ്യം ചോദിക്കുമ്പം ചില ആൾക്കാർ, നമുക്കിപ്പോൾ അറിയാമല്ലോ, ഞാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പോസിറ്റീവായിട്ടുള്ളതും നിങ്ങൾക്ക് എന്നെക്കുറിച്ച് പ്രശംസിക്കാനോ അല്ലെങ്കിൽ പൊക്കി പറയാനോ ഒക്കെ എന്തെങ്കിലും വകുപ്പുള്ള ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ ഞാൻ പറയത്തുള്ളൂ. എന്നെ അറിയത്തില്ലേ, ഞാൻ ഇന്നാരുടെ മകനാ, ഇന്നാരുടെ നമുക്കറിയാമല്ലോ. എനിക്ക് ഇവിടെ അടുത്ത് ഉള്ളൊരു വലിയൊരു അമ്പലത്തിലുള്ള ചില വ്യക്തികളുമായിട്ട് എനിക്ക് പരിചയമുണ്ട്. വളരെ സ്വാത്വികരായിട്ടുള്ള ആൾക്കാർ. എനിക്ക് കന്നഡ വായിക്കാനും എഴുതാനും അറിയാത്തത് കൊണ്ട് ചില ഒഫീഷ്യൽ പർപ്പസിനൊക്കെ പോകുമ്പം അതിൽ വലിയ ഒരു പുരോഹിതനായിരുന്ന ഒരു വ്യക്തിയുടെ മകൻ എൻ്റെ കൂടെ ഇടയ്ക്കൊക്കെ എനിക്ക് കന്നഡ ട്രാൻസ്ലേറ്റ് ചെയ്യാനും അതുപോലെ ആ ഒഫീഷ്യൽ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി എൻ്റെ കൂടെ വരുമായിരുന്നു. അദ്ദേഹം അപ്പോൾ ഏത് ഓഫീസിൽ ചെന്നാലും, കർണാടകത്തിലുള്ള ഏത് ഓഫീസിൽ തന്നെ പരിചയപ്പെടും. ഞാൻ ഇന്ന മഹാപുരോഹിതൻ്റെ മകനാണ് എന്ന് പറഞ്ഞു കഴിയുന്ന ഉടനെ അവരൊക്കെ പഞ്ചപുച്ഛമടക്കി അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അദ്ദേഹം എൻ്റെ കൂടെ വരുമ്പോൾ. അപ്പം ആ നിലയിൽ ഈ യോഹന്നാൻ സ്നാപകന് സ്വയം പരിചയപ്പെടുത്തായിരുന്നു, ഞാൻ ഇതുപോലെ ഇന്ന മഹാപുരോഹിതന് സക്കറിയാവിൻ്റെ മകനാണ്, ഇന്ന സമയത്ത് ഉണ്ടായിരുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ആ സമയത്ത് ശുശ്രൂഷയ്ക്കായിട്ട് അവസരം ലഭിച്ച ഒരു വ്യക്തിയുടെ മകനാണ് എന്ന് വേണമെങ്കിൽ സ്വയം പരിചയപ്പെടുത്താമായിരുന്നു. എന്നാൽ ആ നിലയിലൊന്നും യോഹന്നാൻ പരിചയപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. പുരോഹിതന്മാരെയും ലേവ്യരെയും അവരുടെ അടുക്കൽ അയച്ചപ്പോൾ അവൻ്റെ സാക്ഷ്യം എന്തെന്നാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടല്ലോ, ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഒരു പ്രധാനപ്പെട്ട വാക്കാണ് സാക്ഷ്യം എന്ന് പറയുന്നത്. അത് ശരിയായിട്ടുള്ള സാക്ഷ്യം, തെറ്റായ സാക്ഷ്യമല്ല. കാരണം എന്താണോ പറയേണ്ടതിന് അതിനു പകരം വേറൊന്ന് പറയുന്ന സാക്ഷ്യമല്ല. അവിടെ സാക്ഷ്യം പറഞ്ഞത് എന്തെന്നാൽ മറുക്കാതെ ഏറ്റു പറഞ്ഞു എന്നാണ് വായിക്കുന്നത്. അത് ഞാൻ മലയാളത്തിൽ അത് വായിക്കുമ്പോൾ വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യമാണ്. മടിക്കാതെ, മറുക്കാതെ, അതിന് തടസ്സം നിൽക്കാതെ ഏറ്റു പറഞ്ഞു എന്നാണ് വായിക്കുന്നത്. അത് ഇംഗ്ലീഷിൽ ഞാൻ നോക്കുമ്പോൾ അതിനെപ്പറ്റി വായിക്കുന്നത് 19 ഹി ഡിഡ് നോട്ട് ഫെയിൽ ടു കൺഫസ് ബട്ട് കൺഫസ് ഫ്രീലി ഐ ആം നോട്ട് ക്രൈസ്റ്റ്. അപ്പോൾ അവരൊക്കെ വളരെ ഉദ്വേഗത്തോടെ വന്ന് ചോദിക്കുന്ന കാര്യം, നീ ക്രിസ്തുവാണോ? നമുക്കറിയാമല്ലോ ആ സമയമെന്ന് പറയുന്നത് മശീഹയ്ക്ക് വേണ്ടി വളരെ ആവലോടെ കാത്തിരിക്കുന്ന ഒരു സമയമാണ് ആ പ്രത്യേക സമയം എന്നുള്ളത് നമുക്കറിയാം. യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെടുകയും, അത് ആ സമയത്തുള്ളതല്ല, ബാബേൽ സാമ്രാജ്യത്തിൻ്റെ സമയത്ത് നടന്ന കാര്യമാണ് പറയുന്നത്.
ആ ദേശത്ത് അവരെ പ്രവാസികളായിട്ട് പിടിച്ചുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്തതിന് ശേഷം അവർ കുറേ നാൾ അവിടെ താമസിക്കുകയും വിദേശത്തൊക്കെ താമസിക്കുകയും ബാബേലിലും അതുപോലെ നമുക്കറിയാം ഇസ്രയേലിനെ പിടിച്ചുകൊണ്ട് വേറെ ഒരു അശ്ശൂർ രാജ്യത്തേക്ക് പ്രവാസികളായിട്ട് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നത് നമുക്ക് ദൈവവചനം വായിക്കുമ്പം നമുക്ക് കാണാനായിട്ട് കഴിയും. തുടർന്ന് ദൈവിക വാഗ്ദത്തങ്ങളൊക്കെ അവർക്ക് ലഭിച്ചു. എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായത്തിൽ മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് പറഞ്ഞതിന് ശേഷം 2 കോലെടുത്ത് ഒടിച്ച് ഒന്നാക്ക് എന്ന് പറഞ്ഞ് അത്ഭുതകരമായിട്ട് അതിനെ ഒന്നാക്കി കാണിക്കുന്ന ഒരു അത്ഭുതമൊക്കെ ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ ചെതറിപ്പോയിരിക്കുന്ന ഇസ്രായേൽ മക്കളെ മുഴുവൻ എൻ്റെ ദാസനായ ദാവീദിനെ രാജാവാക്കി ഞാൻ അവരെയൊക്കെ മടക്കി വരുത്തും എന്നൊക്കെയുള്ള വാഗ്ദത്തങ്ങൾ നമുക്ക് എസെക്കിയേൽ പ്രവചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ അതൊക്കെ നിറവേറാനിരിക്കുന്ന കാര്യങ്ങളാണെന്നുള്ളതും നമുക്ക് മനസ്സിലാകും. എന്നാൽ അക്ഷരീയമായിട്ട് ആ നിലയിൽ എല്ലാ ട്രൈബ്സും അന്ന് മടങ്ങി വന്നോ എന്നുള്ള കാര്യത്തിൽ നമുക്കറിയത്തില്ല. ഇന്നും നമുക്കറിയാം മിസ്സിംഗ് ട്രൈബ്സ് ഉണ്ട് ഇസ്രായേലിൽ നിന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ പലരും അങ്ങേക്ക് ആ 70 വർഷത്തിന് ശേഷം യിരെമ്യാവ് പറഞ്ഞതുപോലെ തന്നെ മടങ്ങി വന്ന് അവർ പിന്നെയും ആലയം പണിയുകയും മതിൽ പണിയുകയും ഒക്കെ ചെയ്തെങ്കിലും പിന്നെയും ചില വർഷങ്ങൾക്ക് ശേഷം അവയൊക്കെ നശിപ്പിക്കപ്പെടുകയും അവിടെ വീണ്ടും ജാതീയമായിട്ടുള്ള ആരാധനകളും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ നമുക്ക് അങ്ങനെ വിവിധ ആ സമയങ്ങളിലൊക്കെ വളരെ വളരെ പെർപ്ലക്സ്ഡ് ആയിട്ട് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഈ ദൈവിക വാഗ്ദത്തങ്ങളൊക്കെ എവിടെ എന്ന് അവർ പലരും ചിന്തിക്കത്തക്കവണ്ണം ഇതിനൊക്കെയുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് മശിഹ വരുന്നത് മാത്രമാണ് എന്ന് അവർ മനസ്സിലാക്കുകയും ആ മശിഹയ്ക്ക് വേണ്ടി ആവലോടെ കാത്തിരിക്കുന്ന ചില കൂട്ടങ്ങൾ തന്നെ അന്ന് ഇസ്രായേലിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അന്നത്തെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അല്ലാതെ യഹോവയെ പിടിച്ച് കുഴിച്ചിട്ടതിന് ശേഷം വേറെ ആരാണ്ട് ദൈവത്തെ എടുത്ത് ദേവനാക്കി വെച്ച് പിന്നെ മുന്നോട്ട് പോകുകയായിരുന്നു എന്നുള്ള ആ ദൈവദൂഷണപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല അവിടെ നടന്നത്. അപ്പം ചരിത്രത്തെ ആർക്ക് വേണേലും ഏത് നിലയിലും വളച്ചുകൂട്ടി എന്ത് വേണമെങ്കിലും പറയാം. അവിടെ യഹോവയെ പിടിച്ച് ആരും കുഴിച്ചിടുകയോ ഒന്നും ചെയ്തില്ല. അപ്പം നമുക്കറിയാമല്ലോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ദൈനംദിനം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ മറ്റ് സമയങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ ആവലോടുകൂടെ മശിഹയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയത്താണ് യോഹന്നാൻ സ്നാപകൻ കടന്നു വരുന്നതെന്നും അവർ ഡയറക്റ്റായിട്ട് പോയി ചോദിക്കുന്ന ചോദ്യം നീ ക്രിസ്തുവാണോ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യം അവിടെ എഴുതിയിട്ടില്ല. അവിടെ അവർ ചോദിച്ചു എന്നുള്ളത് നിശ്ചയമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ ക്രിസ്തുവല്ല എന്ന് മറുക്കാതെ ഏറ്റുപറഞ്ഞു. ഹി ഡിഡ് നോട്ട് ഫെയിൽ ടു കൺഫസ്. നമ്മളോടിപ്പോൾ എന്തെങ്കിലും ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാലോ ഏകദേശം ഞാൻ അതുപോലൊക്കെ തന്നെ ആണെന്നേ പറയുള്ളൂ, ഞാൻ അല്ല എന്ന് നമ്മൾ പറയത്തില്ല, ഞാൻ അല്ല. അപ്പം നമുക്കറിയാമല്ലോ അടുത്ത ചോദ്യം ഏലിയാവോ? അപ്പം ഏലിയാവിനെ ആ സമയത്തിന് മുന്നേ അയക്കും എന്നുള്ളത് കൊണ്ട് ഏലിയാവോ? അല്ല, ഞാൻ ഏലിയാവല്ല. അപ്പം നമുക്കറിയാമല്ലോ അവിടെ ഏറ്റു പറഞ്ഞു. അതുപോലെ തന്നെ ആ പ്രവാചകനോ 1-2 ഇതുണ്ട് നമുക്കറിയാം. ഡ്യൂട്ടറോണമി 18-ാം അധ്യായത്തിലെ വാക്യം കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു കഴിഞ്ഞു. എന്ന് മാത്രമല്ല വേറൊരു സംഭവം കൂടെ അതിൻ്റെ പുറകിലുണ്ടെന്ന് ഇങ്ങനെ പറയപ്പെട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അത് യിരെമ്യാവ് ഈ കാലത്തിന് മുന്നേ വരും. കാരണം അവരുടെ പെട്ടകം പിടിക്കപ്പെട്ടു പോവുകയും ആ ദൈവത്തിൻ്റെ കൽപ്പനകൾ എവിടെയാണെന്നുള്ളത് നമുക്കറിയാമല്ലോ. ഇന്നും അത് മിസ് ചെയ്യുകയാണെന്ന് പറയുന്നവരുണ്ട്, അല്ല രഹസ്യമായിട്ട് എവിടെ ഉണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം ഈ മശിഹയുടെ വരവിന് മുന്നേ യിരെമ്യാവ് വന്നിട്ട് ഈ നഷ്ടപ്പെട്ടു പോയ പെട്ടകം തിരികെ കൊണ്ടുവരും എന്നുള്ളൊരു ഐതിഹ്യം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് കഴിയും. മാത്രമല്ല അവരുടെ പെസഹ ആചാരങ്ങളിലൊക്കെ അപ്പം ഈ സമയത്ത് സംഭവിച്ച വേറൊരു കാര്യം എന്ന് പറയുന്നത് ആലയം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മൾ പിന്നീട് കാണുന്ന പോലുള്ള സിനഗോഗ് എന്ന് പറയുന്ന ഒരു സംസ്കാരം അവരുടെ ഇടയിൽ ഉണ്ടാകുകയും ചിതറിപ്പോയ യഹൂദന്മാരൊക്കെ ഏതൊക്കെ ഭാഗത്തുണ്ടോ അവർ ആ സ്ഥലങ്ങളിൽ ഒരു സിനഗോഗ് ഉണ്ടാക്കുകയും കൂട്ടായ്മയ്ക്കും അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉള്ള ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ സെറമോണിയലായിട്ടുള്ള ആ ദൈവാലയത്തിൽ നടക്കേണ്ട സെറമോണിയലായിട്ടുള്ള കാര്യങ്ങളൊന്നും പിന്നെ നടക്കാനായിട്ട് ഇടയായി തീർന്നില്ല. നമുക്കറിയാം പെസഹ ആചരിക്കുമ്പോഴും നമുക്കിനി അടുത്ത വർഷം യെരുശലേമിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് പലരും ഇന്ന് ഉള്ള ആ പെസഹ അവർ പല സ്ഥലങ്ങളിൽ വെച്ച് ആചരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യവും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത വർഷം നമുക്ക് യെരുശലേമിൽ വെച്ച് കാണാം. അപ്പോൾ യെരുശലേമിലെ ആലയം പണിത് കഴിയുമ്പോഴാണ് ഇനിയും അവർക്ക് പിന്നെയും ഈ പെസഹ ആചരിക്കാനുള്ള ഒരു ഇത് ഉണ്ടാവുന്നതെന്നും ഇന്ന് ഈ പറയപ്പെടുന്ന സമയത്ത് ആലയം തകർക്കപ്പെട്ടിട്ടില്ല. ഹെരോദാവിൻ്റെ ആലയം പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വായിക്കുന്നത്. എന്നാൽ എന്തുമാത്രം ഹൃദയവാഞ്ചയോടുകൂടെ അവർ മശീഹയ്ക്ക് വേണ്ടി കാത്തിരുന്ന ഒരു സമയത്താണ് ഇത് സംഭവിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ പശ്ചാത്തലം പറയാനായിട്ട് ഇടയായിട്ട് തീർന്നത്. അപ്പോൾ
നോക്കിയാട്ടെ, ദൈവത്തിന്റെ വചനത്തിൽ പറയപ്പെട്ടിരിക്കുന്നതും ദൈവത്തിന്റെ വചനത്തിൽ അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന വാഗ്ദത്തങ്ങളിൽ ആശ്രയിക്കുകയും സെറമോണിയലായിട്ടുള്ള അവരുടെ ചില കർമ്മങ്ങളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും മാറി ഈ ദൈവവചനത്തിൽ പറയപ്പെട്ടിരിക്കുന്ന മശിഹയെക്കുറിച്ചുള്ള വാഗ്ദത്തം അവർക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാകാനും ഇടയായി തീർന്ന ഒരു സാഹചര്യമായിരുന്നു ഈ പറഞ്ഞ സിനഗോഗുകളിൽ അവർ ആരാധിക്കുകയും അല്ലെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയൊക്കെ ചെയ്യാനായിട്ട് അവർ കടന്നു പോയതായിട്ടുള്ള സമയങ്ങൾ. അപ്പം വളരെ വ്യക്തമായിട്ട് അവർക്ക് ഈ കാര്യങ്ങൾ കടന്നു വരികയാണ്. അവിടെയാണ് ചോദിക്കുന്നത്, ഞാൻ ആരാണ്? കഴിഞ്ഞ ദിവസവും പറയാനിടയായി തീർന്നില്ല, ഒരു ദൈവദാസൻ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായി. കാരണം ഐ ആം നോട്ട് ദ വേർഡ്, ഐ ആം നോട്ട് ക്രൈസ്റ്റ്, ഐ ആം നോട്ട് എലൈജ, ഐ ആം നോട്ട് ദാറ്റ് പ്രോഫറ്റ്. ഡ്യൂട്ടറോണമി പറഞ്ഞേക്കുന്ന ആ പ്രോഫറ്റ് അല്ല. പിന്നെ നീ ആരാ? ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ആണ് ഞാനെന്ന് പറയാനായിട്ട് ഇടയായിട്ട് തീരുക. താൻ എന്താണോ? നമുക്ക് ആർക്കും ആ ഭാഗം വായിക്കുമ്പോൾ യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 3-ാം വാക്യം മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പം നമുക്ക് ആർക്കും പെട്ടെന്ന് അത് യോഹന്നാൻ സ്നാപകനെ പറ്റിയാന്ന് തോന്നുന്നില്ല. യോഹന്നാൻ സ്നാപകൻ തന്നെ അതിനുവേണ്ടി എടുത്തു പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ചോദിക്കാൻ വന്നവർ ഇങ്ങനൊരു സംഭവം കാണുന്നില്ല. മശിഹയെ പറ്റി കാണുന്നുണ്ട്, എന്നാൽ അതിനു മുന്നേ വരുന്ന ഒരു ശബ്ദത്തെ പറ്റി ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ. അത് നമുക്കറിയാം, പല പ്രോഫസിയും നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അത് അങ്ങനെയൊക്കെ ആയിരിക്കും എന്നങ്ങ് സമാധാനിച്ച് വെക്കുന്ന ഒരു സമ്പ്രദായമാണ് നമുക്കൊക്കെ പലപ്പോഴും വചനം വായിക്കുമ്പോൾ ഉള്ളത്. എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാകില്ലെങ്കിൽ അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ മനസ്സിലായാൽ അത്രയും മനസ്സിലായത് മതി, കൂടുതൽ ചുഴിഞ്ഞു പോകണ്ട എന്നുള്ളതിൽ നമ്മൾ വെക്കുന്ന ഒരു അനുഭവമാണ് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. എന്നാൽ ഇവിടെ പറയാം, ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ വേർഡല്ല. എന്നാൽ അതിന് സാക്ഷ്യം പറയാനായിട്ട് ദൈവം അയച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം തന്നെ, ഒരു വ്യക്തി തന്നെയാണ്. നമുക്കറിയാമല്ലോ, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ പറ്റി തെളിയിക്കുന്ന ഒരു ഭാഗം കൂടാണ് ഇത് എന്നുള്ളതും നമ്മൾ ഇതിനു മുന്നേ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെന്നുള്ളതും ഞാൻ സന്ദർഭവശാൽ ഞാൻ ഓർപ്പിക്കുക. കാരണം യെശയ്യാ പ്രവചനത്തിൽ വായിക്കുമ്പോൾ ആ യഹോവയുടെ വഴി നേരെയാക്കുവിൻ എന്ന് വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഈ വഴി നേരെയാക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ് ഈ വഴി നേരെയാക്കുന്നതെന്നും, അതുകൊണ്ട് പഴയ നിയമത്തിൽ പറയപ്പെട്ടിരിക്കുന്ന അതേ ദൈവം തന്നെയാണ്, ആ യഹോവ തന്നെയാണ് യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ടിരിക്കുന്നതെന്നും, യേശുക്രിസ്തു എന്നും അല്ലെങ്കിൽ പഴയ നിയമത്തിൽ പറയപ്പെട്ടിരിക്കുന്ന പിതാവായ ദൈവത്തിനേക്കാൾ ഏതെങ്കിലും നിലയിൽ കുറവുള്ള ഒരു സബ്ബായിട്ടുള്ള ഒരു ദൈവമല്ല. ആ യഹോവയുടെ വഴി നേരെയാക്കുവിനെന്ന് അവിടെ പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതേ ആ കോണ്ടക്സ്റ്റിൽ തന്നെയാണ് യോഹന്നാൻ സ്നാപകൻ എടുത്തു പറഞ്ഞിരിക്കുന്നത്. മരുഭൂമിയിൽ ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ വഴി കർത്താവിൻ്റെ വഴി നേരെയാക്കുവിനെന്ന് വിളിച്ചു പറയുന്നതിൻ്റെ ശബ്ദമാണ് ഞാൻ എന്ന് പറയുമ്പോൾ അവിടെ യേശു കർത്താവിനെയും യഹോവയും അവർ തുല്യരാണ്. അവിടെ പറയപ്പെട്ടിരിക്കുന്ന യഹോവ തന്നെയാണ് യേശു ക്രിസ്തു എന്നുള്ളത് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഈ പ്രത്യേക ചില പദപ്രയോഗങ്ങൾ കാണുമ്പോൾ മാത്രമാണ് അത് ശരി, ഈ ബ്രദർ എന്തുവാ പറയൂ, യഹോവ യേശു ക്രിസ്തു എന്നോ, അത് ശരി, അതെങ്ങനെയാണ് പറയാനായിട്ട് കഴിയുന്നത്? നമുക്കറിയാമല്ലോ, ഒരു പ്രത്യേക നിലയിലുള്ള പ്രത്യേക ഭാഷയിലുള്ള ഒരു പ്രത്യേകതയുള്ള ഒരു വേർഡാണെന്ന് വെച്ചിട്ട് നമ്മൾ അതിലുള്ള തെറ്റിദ്ധാരണ നിമിത്തമാണ് നമ്മൾ പറയും ഈ യഹോവ എന്ന് പറയുന്ന അതേ ആ വ്യക്തി തന്നെയാണ് യേശുക്രിസ്തു എന്നുള്ളത്. അവിടെ നമുക്ക് ആ ഭാഗം നമ്മൾ തുലനം ചെയ്ത് പഠിക്കുമ്പം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്ന് ഞാൻ സന്ദർഭവശാൽ ഞാൻ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. നോക്കിയാട്ടെ, എന്നിട്ട് പറയുക, നമുക്കറിയാം ഒരു യജമാനൻ എവിടുന്നെങ്കിലും പോയിട്ട് വരുമ്പം അവൻ്റെ ചെരുപ്പ് നടന്നിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ആ വീട്ടിലെ പരിചാരകൻ വന്ന് അവൻ്റെ ചെരുപ്പ് അഴിക്കുകയും കാണാം. ഇന്നും ചില നോർത്ത് ഇന്ത്യയിലൊക്കെ കാണാം, ഭാര്യ പോകുമ്പോൾ ഇന്ന് പരിചാരകരല്ല, ഭാര്യ ഇങ്ങനെ ഷൂ ഇട്ട് കൊടുക്കുകയും തിരിച്ചു വരുന്നുണ്ടെങ്കിൽ ഷൂ എടുത്ത് ഊരി വെക്കുകയും ഒക്കെ ചെയ്യുന്ന ചില നോർത്ത് ഇന്ത്യൻ ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് പറയുന്നത് പോലെ തന്നെ അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ, അവൻ്റെ പരിചാരകനായിരിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയുകയും ഈ വ്യക്തിയാണ് ഞാൻ ഈ സ്നാനം കഴിപ്പിക്കുന്നത് യോഗ്യനല്ല, ഇത് യോർദാൻ അക്കരെ യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്, ഏലിയാവല്ല ആ പ്രവാചകനുമല്ല എന്ന് വരികിൽ നീ സ്നാനം കഴിപ്പിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചതിന് കാരണം നമുക്കറിയാം, യഹൂദന്മാർ ഒത്തിരി ആ കാലത്ത് മതപരിവർത്തനത്തിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങൾ അവർ ചെയ്യുമായിരുന്നു. അവർ കരയും കടലും കടന്നുപോയി ഒത്തിരി പേരെ ഈ പ്രമാണത്തിൽ ഒക്കെ ഭാഗഭാക്കാക്കി. അന്ന് യവനന്മാരായിട്ടുള്ള ആൾക്കാർ തന്നെ പലരും യഹൂദന്മാരായിട്ട് വിശ്വസിച്ചവരുണ്ടായിരുന്നു എന്നുള്ളത് പുതിയ നിയമ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതായിട്ടുള്ള കാര്യമാണ്. അപ്പം അത് അങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതായിട്ടുള്ള ആ സാഹചര്യത്തിൽ അവിടെ പറഞ്ഞേക്കുകയാണ് അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഒരു വ്യക്തി
യഹൂദനല്ലാത്ത ഒരു വ്യക്തി യഹൂദനാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുമ്പോൾ ചെയ്യുന്നത്, ആദ്യം അവൻ അതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കും. രണ്ടാമത് അവിടെ കൊടുക്കുന്ന കാര്യമെന്ന് പറയുന്നത് പരിച്ഛേദന ഏൽക്കണം. മൂന്നാമതെന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അവനെ സ്നാനപ്പെടുത്തുന്നത്, വെള്ളത്തിൽ സ്നാനപ്പെടുത്തുന്നതായിട്ടുള്ള കാര്യം. അപ്പം സ്നാനം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നും അല്ല, യഹൂദ പാരമ്പര്യത്തിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ സ്നാനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അത് സാധാരണഗതിയിൽ യഹൂദനല്ലാത്ത ഒരു വ്യക്തി വന്ന് യഹൂദനായിട്ട് തീരുമ്പോഴാണ് ചെയ്യുന്നത്. അപ്പം ഏത് വകുപ്പിലാണ് ഈ യഹൂദന്മാരെ പിടിച്ച് പിന്നെ നീ സ്നാനപ്പെടുത്തുന്നത്, എന്ത് വകുപ്പിലാണ് എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇവരൊക്കെ പാരമ്പര്യമായിട്ട് യഹൂദന്മാരും നല്ല ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ നല്ല യഹൂദന്മാരും നല്ല പാരമ്പര്യമുള്ളവരും ഒക്കെ അല്ലേ? ഇവരെ പിന്നെയും ഈ സ്നാനപ്പെടുത്തുന്നതിൻ്റെ ആവശ്യം എന്താണ്, സ്നാനം കഴിപ്പിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചതിന് യോഹന്നാൻ, ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കും. ഈ വെള്ളത്തിലെ സ്നാനം എന്ന് പറയുന്നത് അതെ ഞങ്ങൾക്ക് മാനസാന്തരപ്പെടുന്നു എന്നുള്ള അവരുടെ ആ തീരുമാനത്തിന് അടയാളമായിട്ട് അവർ ഈ സ്നാനം കഴിപ്പിക്കുകയും, എൻ്റെ പിന്നാലെ ഒരുത്തൻ വരുന്നു, അവൻ എന്നിലും ബലമേറിയവനാകുന്നു, അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു എന്നുള്ള യോഹന്നാൻ്റെ ആ പ്രസംഗം കേട്ട് അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട്, അതെ ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ കുറവുള്ളവരാണ് എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് മശീഹയ്ക്കായിട്ട് തങ്ങളുടെ ഹൃദയം ഒരുക്കുന്നതിൻ്റെ അടയാളമായിട്ട് അവിടെ സ്നാനപ്പെടുക ചെയ്യുന്ന മാനസാന്തര സ്നാനം എന്നാണ് യോഹന്നാൻ്റെ സ്നാനത്തെ നമ്മൾ പറഞ്ഞ് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നതായിട്ട് വായിക്കുന്നതായിട്ടുള്ള കാര്യം. അപ്പോൾ ഞാൻ അങ്ങനെ കഴിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതല്ല ശരിയായിട്ടുള്ള കളി, ഇതല്ല ശരിയായിട്ടുള്ള കാര്യം. യഥാർത്ഥത്തിലുള്ള ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം, യഥാർത്ഥത്തിലുള്ള ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് ബാഹ്യമായിട്ട് കുറച്ച് വെള്ളമൊഴിച്ച തൊലിപ്പുറത്തൂടെ ഒരു വ്യക്തിക്ക് ഉള്ളിൽ രൂപാന്തരം ഉണ്ടാകാതെ കുറച്ച് വെള്ളമെടുത്ത് തലയിലോട്ട് ഒഴിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞ് അവനെ ക്രിസ്ത്യാനിയാക്കുന്നതോ അവനെ മതം മാറ്റുന്നതോ ആയിട്ടുള്ള പരിപാടിയല്ല. ഒരു വ്യക്തിയുടെ ഹൃദയം മാറാതെ അവൻ്റെ തലയിൽ വെള്ളമല്ല വേറെ ഇനി എന്ത് കോരി ഒഴിച്ചിട്ടും ഒരു കാര്യവുമില്ല. അവൻ്റെ ഹൃദയം ആദ്യമായിട്ട് മാറേണ്ടത്, അവൻ്റെ ഹൃദയത്തിൽ ആ വ്യത്യാസം ഉണ്ടാവേണ്ടത്. ഏതെങ്കിലും ഒരു മതകർമ്മത്തിനോ ആചാരത്തിനോ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ രൂപാന്തരം ഉണ്ടാകാതെ ഒരു ആചാരം നടത്തിയത് കൊണ്ട് ഒരർത്ഥവുമില്ല എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനമായിട്ടുള്ള ബൈബിൾ പഠിപ്പിക്കുന്നത്. ചില ആൾക്കാർ വിചാരിക്കും ഇതിലെന്തോ ഒരു പ്രത്യേകതയുണ്ട്. പെന്തിക്കോസുകാർ പറയുന്ന സ്നാനം അത് ശരിയാ, രക്ഷയെക്കാളും കൂടുതൽ സ്നാനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ചില വ്യക്തികളൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവർ രക്ഷിക്കപ്പെടുന്ന കാര്യം, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ യേശു സ്നേഹിക്കുന്നെന്നും യേശു അവന് വേണ്ടി മരിച്ചെന്നും അവന് വേണ്ടി മരിച്ചുയർന്നേറ്റ് ജീവിക്കുന്നെന്നുമുള്ള സത്യം പറയുകയും അവൻ്റെ പാപത്തെ ഓർത്ത് മാനസാന്തരപ്പെടാനായിട്ട് അവന് അതിനുള്ള സമയം ലഭിക്കാനും ഇടയായി തീരാതെ ആദ്യം തന്നെ കയറി സ്നാനം പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ആദ്യം കയറി ഈ സ്നാനമല്ല പറയേണ്ടത്. ഒരു രക്ഷിക്കപ്പെടാത്ത, ദൈവത്തെ അറിയാത്ത ഒരു വ്യക്തിയെ ഒരു വെള്ളത്തിൽ പിടിച്ചു മുക്കിയത് കൊണ്ടൊന്നും അവനൊരു വ്യത്യാസവും ഉണ്ടാവത്തില്ല. യോഹന്നാനും അത് തന്നെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ആ പരിശുദ്ധാത്മാവിനാൽ ഉള്ള ഒരു വ്യത്യാസം അവൻ്റെ ഹൃദയത്തിൽ നടക്കണം. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ വന്നിട്ട് പരിശുദ്ധാത്മാവ് അവൻ്റെ ഹൃദയത്തെ മാറ്റുകയും അവൻ്റെ പാപത്തെ വെറുക്കാനും, ഞാൻ ചെയ്ത കഴിഞ്ഞകാല പാപകരമായിട്ടുള്ള ജീവിതം തെറ്റാണെന്ന് ബോൾഡായിട്ട് പറയാനും, ഞാൻ ചെയ്ത തെറ്റാണ്, എൻ്റെ ജീവിതത്തിൽ പാപമുണ്ട്, എൻ്റെ ജീവിതത്തിൽ കുറവുണ്ട്, എനിക്ക് ഈ കുറവുകളിൽ നിന്ന് മോചനം പ്രാപിക്കണം എന്നൊരു വ്യക്തി പറയാൻ, അല്ലെങ്കിൽ ആ നിലയിൽ മാനസാന്തരപ്പെടാനായിട്ട് അവൻ ഇടയായി തീരുമ്പോഴാണ് അവൻ്റെ ഹൃദയത്തിലേക്ക് ഈ യേശു അല്ലെങ്കിൽ ഈ സുവിശേഷം അവൻ്റെ അടുക്കൽ അവന് അന്വർത്ഥമാകുന്നത്. ഈ സുവിശേഷം അവനോട് പറയുകയും അവൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ഏത് അനുഭവത്തിലായിരുന്നോ അവന് ചെയ്ത പാപങ്ങൾക്കും അവൻ്റെ പാപ സ്വഭാവവും അവനിൽ നിന്ന് മാറ്റാൻ വേണ്ടിയാണ് കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചത് എന്നുള്ള സദ്വാർത്ത. സുവിശേഷം എന്ന് പറഞ്ഞാൽ അതായിരിക്കും. സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വിശേഷം, നല്ല വാർത്ത. എന്താണ് ഈ നല്ല വാർത്ത? പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ കൂച്ചുവിലങ്ങിൽ നിന്നും, പാപത്തിൻ്റെ ഓർമ്മകളിൽ നിന്നും, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും, അത് നമ്മളിൽ തന്നെ അത് അടിച്ചേൽപ്പിക്കുന്നതായിട്ടുള്ള പല വികലമായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നും ഒക്കെ നമ്മളെ വിടുവിക്കാൻ വേണ്ടി ആ പാപത്തിൻ്റെ ശിക്ഷ കാൽവരി ക്രൂശിൽ നമുക്ക് പകരമായി യേശു കർത്താവ് അനുഭവിച്ചു, അത് വഹിച്ചു എന്നുള്ളതാ ഈ സദ്വാർത്ത. അപ്പോൾ ഈ സദ്വാർത്ത അവരിലേക്ക് എത്തേണ്ടത് ഈ സമയത്താണ്. അല്ലാതെ മാനസാന്തരപ്പെടാതെ ലോകത്തിൽ എങ്ങനെങ്കിലുമൊക്കെ നടന്ന് ശരി ഞാൻ ഇത്രയും കുടിച്ചുകൊണ്ടിരുന്നു, ഇപ്പം കുടി ഇത്രയായിട്ട് ചുരുക്കി, അല്ലെങ്കിൽ ഞാൻ ഇത്ര കൊള്ളരുതായ്മ ചെയ്തുകൊണ്ടിരുന്നു, ഇത്രയായിട്ട് ചുരുക്കി എന്ന് പറയുന്നതിനെയല്ല മാനസാന്തരം എന്ന് പറയുന്നത്. മാനസാന്തരം എന്ന് പറയുന്നത് ഞാൻ ഈ പോകുന്ന പോക്ക് ശരിയല്ല, എൻ്റെ ജീവിതം ശരിയല്ല, ഞാൻ എൻ്റെ ജീവിതം ഈ നിലയിൽ മുന്നോട്ട് പോയാൽ നിശ്ചയമായിട്ടും എൻ്റെ ജീവിതം നശിച്ചു പോകും. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിന് ഒരു വ്യതിയാനം ആവശ്യമാണ്, ഒരു വ്യത്യാസം ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു അനുഭവത്തെയാണ് മാനസാന്തരം എന്ന് പറയും.
ഒത്തിരി പേര് ഇതിനു മുന്നേ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി പേര് മാനസാന്തരപ്പെടുന്നുണ്ട്. അവര് നേരെ തെക്കോട്ട് പോകേണ്ടവർ വരെ വടക്കോട്ടാ പോകുന്നത്. എന്നാലും ആ പോകുന്ന പോക്കിൽ ഇങ്ങനെ മാനസാന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. അയ്യോ, ഞാൻ പോകേണ്ടത് തെക്കോട്ടായിരുന്നു, ഞാനിപ്പോൾ വടക്കോട്ടാ പോകുന്നത്, ഞാൻ വടക്കോട്ടാ പോകുന്നത്. അങ്ങനെയുള്ളൊരു വിചാരം പ്രിയപ്പെട്ട സഹോദര സഹോദരി നിനക്കുണ്ടെങ്കിൽ നീ പോകുന്ന പോക്കങ്ങ് നിർത്ത്. നിന്നെ പിടിച്ചു വെക്കുന്ന പാപത്തിന്റെ അനുഭവങ്ങളോട് നീ സുല്ലിട്, അതിനോട് നോ പറയ്. ദൈവമേ, എനിക്ക് എത്ര വലിയ വില കൊടുക്കേണ്ടി വന്നാലും ഇത്തരം പാപകരമായ അനുഭവങ്ങളോട് ഞാൻ ബൈ പറയാൻ ആഗ്രഹിക്കുക. കർത്താവ്, ഈ ഒരു അനുഭവത്തിൽ ഞാൻ തുടരാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ പാപത്തിൻ്റെ അനുഭവം എന്നെ ആത്യന്തികമായിട്ട് ഈ ലോകത്തിലും വരാനുള്ള ലോകത്തിലും എന്നെ നശിപ്പിക്കും. ഈ ലോകത്തിലും എനിക്ക് ജീവിതത്തിലെ പ്രയാസങ്ങളുണ്ടാകും എന്ന് മാത്രമല്ല, മനസ്സമാധാനമില്ലാത്തവനായിട്ട് ഈ ലോകത്ത് ജീവിക്കുകയും വരാനുള്ള നിത്യതയിൽ ആ നിത്യത നഷ്ടപ്പെട്ടവനായിട്ട് ദൈവത്തിൽ നിന്നേക്കും അകന്ന് മുന്നോട്ട് ആയിരിക്കുകയും ചെയ്യുന്ന ഒരനുഭവത്തിൽ എന്നെ അത് കൊണ്ടുചെന്ന് എത്തിക്കും എന്ന് തിരിച്ചറിഞ്ഞിട്ട്, കർത്താവ്, ഇവിടെ വെച്ച് എൻ്റെ ഈ തെറ്റായ വഴിക്കുള്ള യാത്ര ഞാൻ നിർത്തും. ഇന്ന് ഇവിടെ വെച്ച് കർത്താവ്, ഇനി എൻ്റെ തെറ്റുകളിലും എൻ്റെ പാപങ്ങളിലും കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവ്, ഒരു ദൈവപൈതലായിട്ട് ജീവിക്കാൻ, ഒരു ദൈവത്തിൻ്റെ മകളായിട്ട് ജീവിക്കാൻ, ദൈവത്തിൻ്റെ മകനായിട്ട് ജീവിക്കാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു വ്യക്തി ഏൽപ്പിച്ചു കൊടുക്കുക വേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇതാ മാനസാന്തരത്തിൻ്റെ അർത്ഥം. ഐ നീഡ് എ ചേഞ്ച്. എനിക്കിങ്ങനെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല, എനിക്കിങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. എനിക്കൊരു വ്യത്യാസം ആവശ്യമാണ് കർത്താവേ, എനിക്കൊരു വ്യത്യാസം ആവശ്യമാണ് കർത്താവേ എന്ന് ദൈവസന്നിധിയിൽ അവലോട് പറയുന്ന ഒരു അനുഭവമാണ് മാനസാന്തരത്തിൻ്റെ അനുഭവം എന്നും. നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ആ മാനസാന്തരത്തിൻ്റെ യഥാർത്ഥ അനുഭവത്തിലേക്ക് നമ്മളെ നടത്താനായിട്ട് കർത്താവിന് കഴിയും എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പ്രിയപ്പെട്ടവരെ, ഈ പകൽക്കാലം ഈ യോഹന്നാൻ സ്നാപകൻ ഏറ്റുപറഞ്ഞ് ആ യോഹന്നാൻ സ്നാപകൻ ലോകത്തിലേക്ക് എന്തിനു വന്നോ അതേ പർപ്പസ് നമ്മുടെ ജീവിതത്തിൽ നിറവേറത്തക്കവണ്ണം, നമ്മുടെ ഹൃദയം ഇന്ന് കുന്നും മലകളും ഒക്കെ ആയിട്ട് കർത്താവിന് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ കഴിയാതെ വണ്ണമുള്ള ഒരു വല്ലാത്ത അനുഭവത്തിലായിരിക്കുന്നെങ്കിൽ, എൻ്റെ കർത്താവ് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ, ഞാനൊരു പാപിയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു, നീ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്നെ നിന്റെ മകനാക്കി നിന്റെ മകളാക്കി തീർക്കണമേ, ഇനി ഒരിക്കലും ഈ പാപത്തിൽ മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് ഇടയാക്കരുതേ എന്ന് ചങ്ക് തകർന്ന് ആത്മാർത്ഥമായിട്ട് ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താനായിട്ട് ഈ കർത്താവിന് കഴിയും. നിശ്ചയമായിട്ടും ഈ ദൈവം ഇന്നും ജീവിക്കുന്നു, നിന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് മാത്രമല്ല, നിന്റെ പല സാഹചര്യങ്ങൾ കൊണ്ട് നിനക്ക് പ്രതികൂലമായിരിക്കുന്ന പല സാഹചര്യങ്ങളും പല വ്യക്തികളെയും ദൈവത്തിന് ഇന്ന് പകൽക്കാലം രൂപാന്തരപ്പെടുത്താൻ കഴിയുമെന്നുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലുള്ള ദൂത് നിന്നോട് ഇന്ന് പകൽക്കാലം ഞാൻ അറിയിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഒരുപക്ഷെ അബദ്ധത്തിൽ നീ റൂമിൽ കയറിയതായിരിക്കും, അബദ്ധത്തിൽ നീ ദൈവത്തിന്റെ ശബ്ദം നീ ഇന്ന് പകൽക്കാലം കേൾക്കുന്നതായിരിക്കും. എന്നാൽ പ്രിയപ്പെട്ടവനെ, ദൈവം നിന്നെ നിത്യതയിലേക്ക് വിളിക്കുന്ന ശബ്ദമാണ് ഈ ശബ്ദമെന്ന് തിരിച്ചറിഞ്ഞ് ഈ ദിവസങ്ങളിൽ യഥാർത്ഥ മാനസാന്തരത്തിനാണ് ഹൃദയത്തെ ദൈവത്തിന്റെ സന്നിധി സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. താഴ്മയോടെ ദൈവസന്നിധിയിൽ ആ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കണം. എൻ്റെ കർത്താവെ, എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണം, ഈ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തണമേ, നീ എന്നെ സഹായിക്കണമേ, നീ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കും എന്ന് പ്രാർത്ഥിച്ച് ഒരു ദൈവപൈതലായിട്ട് ഒരു പുതിയ ജീവിതം ജീവിക്കാനായിട്ട്, ഒരു സംഘടനയെ ചേരാനല്ല, ഒരു സഭയെ ചേരാനല്ല, വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയല്ല പറയുന്നത്. ഈ നിർമ്മലമായ സുവിശേഷം ഈ പ്രഭാതത്തിങ്ങ് നിന്നോട് അറിയിക്കാനായിട്ട് ഞാൻ ദൈവസന്നിധിയിൽ ഞാൻ സന്തോഷിക്കുക. അതിനുവേണ്ടി ആ ദൈവസന്നിധിയിൽ ഞാൻ അതിനുവേണ്ടി ആനന്ദിക്കും. ഈ ദിവസങ്ങൾ അങ്ങനെ ആയിത്തീരാനായിട്ട് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ